ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ കഴിഞ്ഞ ബിരിയാണി വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഒരുപാട് പേരത് കാണുകയും അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തു. ഞാൻ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ തുടങ്ങിയ സമയത്ത് ഈ ബിരിയാണിയുടെ വീഡിയോ റീലൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നത്. കുറച്ചായിട്ട് ഞാൻ ആമ്പൂർ ബിരിയാണി 1-2 തവണ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പലതവണയായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ വളരെ കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തി കുറച്ചുകൂടി ഫ്ലേവേർഡ് ആക്കിയിട്ട് ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി എന്ന് പറയാൻ പറ്റുന്ന ഒരു ബിരിയാണി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ അപ്പോൾ നോക്കാം. ഒരു 10-15 കാശ്മീരി ചില്ലി നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കണം. പിന്നെ ഒരു 300 ഗ്രാം സവാള, 250 ഗ്രാം തക്കാളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ ഓൾ സ്പൈസസ് നമുക്ക് റൈസിലിടാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു 100 ml തൈര്. ഇത് നമ്മുടെ ബിരിയാണി പോട്ടാണ്, ഇതിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളുടെ സവാള വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ഓൾ സ്പൈസസ് ഇടാം. നമുക്ക് ഈ ബിരിയാണിക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. പാത്രം കഴുകാനൊക്കെ മടിയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ബിരിയാണിയാണ്. കാരണം നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ഇതിനാവശ്യമില്ല. നമ്മൾ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അത് കുറച്ച് വാടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുറച്ച് നേരം ഇളക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ അടി കട്ടിയുള്ള പോട്ടുകളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് പുതിന കുറച്ചിട്ട് കൊടുക്കാം. അത് ബാക്കി നമുക്ക് അവസാനം ഇടേണ്ടതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നേരം അത് അടച്ച് വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ വഴണ്ട് വരാൻ കാത്തിരിക്കാം. ഇത് നമ്മളുടെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച മുളകാണ്. ഫ്ലേവർ കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും മല്ലിച്ചപ്പ് പുതിന ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് ഇതുപോലെ പേസ്റ്റ് പോലെ ആക്കിയിരിക്കാം. ഇടയ്ക്ക് നമ്മൾ ഈ പാത്രം തുറന്നിട്ട് നമ്മളുടെ സവാള ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് നമുക്കിടാം. കളർ കണ്ട് പേടിക്കണ്ട, കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 100 ml തൈര് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയായിട്ട് നല്ല രീതിയിൽ മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ചിക്കൻ ഇപ്പോൾ ഒരു 1:300 ഏകദേശം ആ ഒരു തൂക്കത്തിലുണ്ട്. കാരണം നമ്മൾ ആമ്പൂർ ബിരിയാണി പോലത്തെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റൈസിനേക്കാളും കുറച്ച് അധികം അളവിൽ ചിക്കൻ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. റൈസിന് കുറച്ചുകൂടി ഒരു നല്ല ഫ്ലേവറൊക്കെ കിട്ടാനത് സഹായിക്കും. നമുക്ക് ഗരം മസാല ഒരു 2 ടീസ്പൂൺ ഇതിലിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ അരച്ച അരപ്പിൽ 1 ടീസ്പൂൺ ഇട്ടിട്ടായിരുന്നു. പിന്നെ നമുക്ക് ഉപ്പും ആവശ്യമുള്ള നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അളവുകളൊക്കെ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടേ. ഇനി അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഈ പാത്രത്തിലാണ് അരി അളന്നെടുത്തത്. ഇടയ്ക്ക് ചിക്കനും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1.5 പാത്രം വെള്ളമാണ് നമ്മളുടെ അരിക്ക് കണക്ക് പോലെ വേണ്ടത്. പക്ഷേ ചിക്കനിൽ നിന്ന് കുറച്ച് എക്സസ് വെള്ളം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വന്ന വെള്ളത്തിനനുസരിച്ച് അരപ്പാത്രം പിന്നീട് ഒഴിക്കുന്നതിന് കുറച്ച് വെള്ളം കുറയ്ക്കണം. ശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് ഒഴിച്ചിട്ട് ഇത് അടച്ച് വയ്ക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് അരി ഇട്ടിട്ട് അരി നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. 5 മിനിറ്റ് കൊണ്ട് ഒരുവിധം വെള്ളം ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ അധികം സ്പൈസസ് ഒന്നും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് മസാലകളൊന്നും ബിരിയാണിയിൽ ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബിരിയാണിയാണ്. വളരെ മൈൽഡ് ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് ബാക്കി വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് ഇതിനെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അടിയിൽ മസാലകളൊക്കെ ഇളകാതിരിക്കുന്നുണ്ടോ ഒന്ന് ഇളക്കി മറിച്ചിട്ട് അടുത്ത 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതൊരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം മതി. ഈ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് കുക്കാവും. നമ്മൾ ഈ ബിരിയാണി മാക്സിമം ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചൂട് തണിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിന് വലിയൊരു രുചിയില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മളിതിൽ വേറെ ഈ വനസ്പതിയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ റൈസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഓയിലുകളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ചോറ് പെട്ടെന്ന് ഡ്രൈ ആകുന്നുണ്ട്. ആകെ നമ്മൾ ഒരു 50 ml RKG മാത്രമാണ് ഇതിൽ ഒരു നെയ്യ് പോലെയുള്ള ഒരു ഐറ്റം നമ്മൾ ചേർക്കുന്നുള്ളൂ. കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിന് ചമ്മന്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തോന്നി. അപ്പോൾ ഇനി അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി കൂടെ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല പച്ചമുളകിൻ്റെ ഒരു ചമ്മന്തി കൂടെ അരയ്ക്കുക. പിന്നെ പപ്പടം ഈ ബിരിയാണിക്ക് നന്നായിട്ട് മാച്ചാകുന്നുണ്ട്. ഇതാണപ്പോൾ നമ്മളുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. ഇനി ഒരുപാട് ടൈപ്പ് ബിരിയാണീസ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. അപ്പോൾ എല്ലാവരോടും ബൈ.